Kerala and Karnataka, the glow of purity. പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം. 5 ഇത് 7ാമത്തെ പുസ്തകമാണ്. അക്ഷരകേളി എന്നൊരു പുസ്തകമുണ്ട്, 2018 പുറത്തിറക്കിയത്. ഇന്നത്തെ കാലത്ത് സാധാരണ ആൾക്കാർ കവിതയും പുസ്തകവും നോവലും അല്ലെങ്കിൽ യാത്രകളൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ അക്ഷരകേളി എന്നൊരു ഗ്രന്ഥം ഇറക്കാൻ നല്ല അധ്വാനം നടത്തിയിട്ടാണ് ആ പുസ്തകം ഇറക്കിയത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ രവീന്ദ്രൻ പാടി വെറുതെ മനസ്സുകൊണ്ട് മാത്രമല്ല എഴുതുന്നത്, ഒരുപാട് അനുഭവത്തിലൂടെ സഞ്ചരിച്ച് അങ്ങനത്തെ പുസ്തകങ്ങളാണ് രവീന്ദ്രൻ പാടിയ പുസ്തകങ്ങൾ. ഇപ്പോൾ കാസർഗോഡ് അത്തരത്തിൽ വളരെയധികം അധ്വാനിച്ച് പുസ്തകം ഇറക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളവരൊന്നും സഹായിക്കണം. ഇത്തരത്തിലത് 22 സാല് മലത തിമക്ക 23 ഇപ്പോൾ അവസാനം വേർഡ്സ് ആൻഡ് പ്രോസ്. അപ്പം ഇങ്ങനെ പുസ്തകങ്ങൾ ചടുലമായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുസ്തകങ്ങൾ ഇങ്ങനെ എന്താ വായന മരിച്ചതൊക്കെ എല്ലാവരും ഇപ്പോൾ വായനാവാരത്തിൻ്റെ സമയമാണ്. വായന മരിച്ചു നേരം പറഞ്ഞത് തന്നെ പുതിയ പുസ്തകങ്ങൾ ഇനിയിക്കൊണ്ട് ഓരോ പുസ്തകങ്ങൾ അച്ഛനായിട്ട് വന്നിട്ടുണ്ട് പറയാം. അപ്പം ഇങ്ങനെ നമ്മുടെ ഭാഗത്ത് ആദ്യമായിട്ട് അതിങ്ങനെ ഒരു പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നതിന് ഒരു സമയം വന്നിരിക്കുന്നത്. നമുക്ക് അങ്ങനെ കാസർഗോഡ് പുസ്തക പ്രകാശനം വന്നിട്ടില്ല. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കത് വിജയിപ്പിക്കേണ്ട എല്ലാവരും. ഇപ്പം ഞാൻ സുരേഷ് മാസ്റ്റർ കാസർഗോഡ് ഒരുപാട് കാലം ഇപ്പം ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അത് ബോർഡേ സ്കൂളാണ്. അപ്പം അവിടുത്തെ സ്റ്റുഡൻസാണ് ഞാൻ. ബാലകൃഷ്ണ മാസ്റ്റർ ഞാൻ എനിക്ക് അവിടെ പഠിച്ച ആളാണ്. ടീച്ചേഴ്സ് ഒരുപാട് പ്രഗത്ഭന്മാർ ഉണ്ടായ സ്ഥലം. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പുസ്തകം പ്രകാശനം ചെയ്തത് ഇവിടുത്തെ ഇന്നത്തെ മിസ്സസ് ഉഷ ടീച്ചറാണ്. ഉഷ ടീച്ചറെ ഈ സ്വാഗതം ചെയ്യുന്നു. അപ്പം ഞാൻ സുരേഷ് മാഷെ സ്വാഗതം ചെയ്യുന്ന വാക്ക് വിട്ടുപോയി. സുരേഷ് മാഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ നമ്മുടെ ഈ സംഗീത സായനത്തിൽ പി വി രേന്ദ്രൻ വരുന്നുണ്ട്. ഇന്ന് പ്രൊഫസർ സുരേന്ദ്രനാഥ് എനിക്കറിയില്ല. പത്മനാഭ ശാന്തകുമാർ ടീച്ചർ, കെ എസ് ഗോപാലകൃഷ്ണൻ, ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പള, അഷ്റഫ് അലി ചേരേരി, ഡോക്ടർ സത്താർ, കെ രാജൻ മാഷ്, പ്രേമ മുട്ടത്തോടി, രവീന്ദ്രൻ പാടി, രാഘവൻ പള്ളിപ്പാടി, കുട്ടിയാന മുഹമ്മദ് കുഞ്ഞ്, കെ എച്ച് മുഹമ്മദ് കണ്ണിന് ഡോക്ടേഴ്സായിട്ട് കോയമ്പത്തൂരുണ്ട്. അപ്പോൾ ഒന്ന് വരാൻ സാധ്യത ഉള്ളൂ എന്ന് ഞാൻ പറയുകയും അത് അദ്ദേഹം അതിൻ്റെ മുമ്പോട്ട് പോകുന്ന വഴി നിർത്തുകയും അവസാനമായിട്ട് എന്നോട് അതിനെപ്പറ്റി 2 വാക്ക് എഴുതി തരണം എന്ന് പറയുകയും അത് എഴുതിയിട്ട് ഇതിൽ വെക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ മുഖമുര. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ് പുസ്തകം, എന്താണ് ഈ പുസ്തകം കൊണ്ടുള്ള മെച്ചം, ഈ പുസ്തകം തയ്യാറാക്കാൻ മാഷ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്താണ് അതിൻ്റെ ഒരു മാനസികാവസ്ഥ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ സ്വാഭാവികം. എനിക്ക് തോന്നുന്നത് ഭാഷ എന്നത് ഒരു ഓർഗാനിക് ഫിനോമിനയാണ്, ജൈവാവസ്ഥയാണ്. അത് കംപ്ലീറ്റ്ലി പേഴ്സണലുമാണ്, വ്യക്തിപരമാണ്. ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ലാംഗ്വേജ് ഈസ് കൾച്ചർ എന്ന് പറയാറുണ്ട്. ഭാഷ സംസ്കാരമാണ്. ഇപ്പോൾ മലയാളത്തിലെ സംസ്കാരമല്ല കന്നഡയിൽ സംസാരിക്കുമ്പോൾ, കന്നഡയിലെ സംസാരമല്ല
അത് മറ്റ് ഭാഷകൾ സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ അറിയുന്നതാണ്. ഞാൻ കുട്ടികളോട് പറയാറുള്ളത്, ഇപ്പോൾ മലയാളത്തിൽ ജയരാജ മാഷ് വരുന്നുണ്ട്, ഒരു കുട്ടി പറയും ക്ലാസ്സിൽ, കന്നഡയിൽ പറയും ജയരാജ മാഷ് മസ്താറ്. ആ കുട്ടി അതിന് ബാക്കിൽ കുട്ടി നായ വരുന്നുണ്ടെങ്കിൽ ആ കന്നഡ കുട്ടി പറയും നായ ഭർത്തതെ, ജയരാജൻ മാസ്റ്റർ ഭർത്താറെ. മലയാള കുട്ടിയാണെങ്കിൽ രണ്ടും വരുന്നുണ്ട്, നായ വരുന്നുണ്ട്, ജയരാജൻ മാസ്റ്റർ വരുന്നുണ്ട്. ഇതെന്തുകൊണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്, ലാംഗ്വേജ് ഈസ് കൾച്ചർ. ഇംഗ്ലീഷിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ഇംഗ്ലീഷ് ഈസ് ദ ജെന്റിൽമാൻസ് ലാംഗ്വേജ് എന്ന് പറയാറുണ്ട്. അത് നമ്മൾ അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ അത് ഇംഗ്ലീഷിൽ മേൽക്കൊണ്ടൊന്നുമല്ല. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രീതിയാണ്, ഇംഗ്ലീഷ് എഴുതുന്നത് മാത്രമല്ല, ഇംഗ്ലീഷ് പറയുന്നതിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ കരിക്കണം പക്ഷേ ഒരു ഇംഗ്ലീഷ് മീഡിയം കുട്ടി ഇംഗ്ലീഷുകാരനാണ്, ഇംഗ്ലീഷ് അധ്യാപകനാണ്, ഇംഗ്ലീഷ് കുട്ടിയാണെങ്കിൽ അവൻ പറയുന്ന രീതിയിലില്ല. മലയാളം കുട്ടി ആകുമ്പോൾ സാറെ കളിക്കോട്ടെ, നമ്മൾ സാധാരണ കളിക്കണം, തീർന്നു, ആരും കുഴപ്പമില്ല, പറഞ്ഞ മാഷന് കുഴപ്പമില്ല, ഇരുന്ന കുട്ടിക്ക് കുഴപ്പമില്ല, കേട്ടിരിക്കുന്ന ദയവായി ക്ഷമിക്കണം സാറേ, അത് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ ദയവായി കയറിക്കോട്ടെ, ആ കയറിയാലും നന്ദി നമസ്കാരം. ഇങ്ങനെ ഒരു മലയാള ക്ലാസ്സിൽ പറഞ്ഞാൽ എന്താ എൻ്റെ അവസ്ഥ? അതുകൊണ്ടാണ് പറയുന്നത് ലാംഗ്വേജ് ഈസ് സിറ്റുവേഷണൽ, ലാംഗ്വേജ് ഈസ് കൾച്ചർ, ആൻഡ് വൺ ലാംഗ്വേജ് കനോട്ട് ബി ട്രാൻസ്ലേറ്റഡ് ഇൻടു അനദർ ലാംഗ്വേജ്. ഒരു ഭാഷ വേറൊരു ഭാഷയിലേക്ക് സംസ്കാരമല്ല മറ്റൊരു ഭാഷയ്ക്കുണ്ടാവുക, അത് ഓർഗാനിക്കാണ്. ആ ഓർഗാനിക് ജൈവാവസ്ഥയിൽ ഒരു ഭാഷ വേറൊരു ഭാഷയിലേക്ക് മാറ്റുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടത്, വളരെ വളരെ ദുഷ്കരമാണ്. അപ്പം രണ്ട് സംസ്കാരം അറിയാതെ ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് ഒരു ഭാഷയെ മാറ്റാൻ പറ്റില്ല. അപ്പം പിന്നെന്താണ് ഈ അതിന് എന്താണ് മെച്ചം? അതെന്താണ് അതിൻ്റെ വേറെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് സദാനന്ദ മാഷ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരാൾ പറഞ്ഞ് മറ്റൊരാൾ അറിയുക മാത്രമല്ല. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രം പോരാ, അത് എത്രത്തോളം പ്ലീസ്, താങ്ക് യു, താങ്ക് യു, പ്ലീസ്, എക്സ്ക്യൂസ് മീ എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള ചില ടേംസാണ് ഇംഗ്ലീഷിൻ്റെ നോവൽ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ആ വളരെ പോപ്പുലേഷൻ ഉള്ള ആ അവസ്ഥയിൽ അങ്ങനെയാണ്. പിന്നെ ഓമുചാരന് കുറവാണ്, മഴ വന്നാൽ പോകാനുള്ള വഴിയില്ല, സിറ്റിയിലാകുമ്പോൾ നായും പൂച്ചും തെരുവുനായും ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പം ഇതിന് ഓടാനോ പായാനോ ഒരു വഴിയുമില്ല. അവരുടെ വീട്ടിലേക്ക് ഈ നായക്കും പൂച്ചും അങ്ങനെ കയറി പോകാനും പറ്റില്ല. അപ്പം ഈ മഴ വന്നാൽ സാധാരണ ഈ ഓവുചാലിന് വീട്ടിൽ നായും പൂച്ചും ചത്തു. പിറ്റേ ദിവസം ഇങ്ങനെ ഓവുചാലിനുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, ചത്ത നായും ചത്ത പൂച്ചയും എലിയും നായും പൂച്ചയും. അപ്പം ഇത് കണ്ടിട്ട് ഒരാൾ പറഞ്ഞതാണ്, കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ആ ഇടലിൽ മഴ പെയ്യുന്നത് അത്ര സ്വാഭാവികമല്ല. ചില മഴ വന്നാൽ ഭയങ്കര മഴയായിരിക്കും. അതിനെ പറയുക കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നായും പൂച്ചയും പെയ്യുന്നു, പക്ഷെ ഇംഗ്ലീഷ് പ്രോബ്ലമാണ്. അതായത് നല്ല മഴ ദിവസം വന്നാൽ ഇറ്റ് റെയിൻഡ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് ഇംഗ്ലീഷിലാരും പറഞ്ഞു. അത് പിന്നെ പോകുക എന്താ സംഭവം അറിയോ? അത് യഥാർത്ഥത്തിൽ ഞാനത് ഇപ്പോഴും നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാൻ കാരണം സദാനന്ദൻ മാസ്റ്റർ നമ്മുടെ GHS കാസർഗോഡിൻ്റെ ഗ്രൂപ്പിൽ, അതോടൊപ്പം ആശംസ അർപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനി നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ ബാലചന്ദ്രൻ സാർ, ഭാഷയെക്കുറിച്ച് നേരത്തെ ബാലകൃഷ്ണൻ മാസ്റ്റർ ഇവിടെ ആമുഖമായി സംസാരിക്കുകയാണ്. എന്ന് പറയാവുന്ന ഒരു സെന്റൻസ് ഓർക്കുകയാണ്. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞത് പോലെ തന്നെ പുറത്ത് അങ്ങനെ പെയ്ത് കൂട്ടുകയാണ്, റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ജയശ്രീ മിശ്ര അന്താരാഷ്ട്ര പ്രസിദ്ധിയുള്ള ഒരു എഴുത്തുകാരിയാണ്. അവരുടെ ആൻഷ്യന്റ് പ്രാമിസസ് എന്ന പുസ്തകത്തിൽ നോവലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
അതിങ്ങനെയാണ്. ഈവൻ മഴ പെയ്യുമ്പോൾ പോലും ആകാശത്ത് വളരെ മൃദുവായി, നമ്മുടെ നാട്ടിലെ പോലെ ഇത്രയും ചൂടില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ അതിശക്തമായ മഴ അപൂർവമായി. എന്നിരുന്നാൽ മഴ പെയ്യുമ്പോൾ പലപ്പോഴും മഴ ഇങ്ങനെ ചോദിക്കുമായിരുന്നു എന്ന് ജയശ്രീ മിശ്ര പറയുന്നു. ആ ചോദ്യം ഇതാണ്, തെരുവുകളിലൂടെ നടന്നു പോകുന്ന മനുഷ്യരോട്, തെരുവിലൂടെ കളിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികളോട്, ഇവരോടൊക്കെ ആയിട്ട് ഒരു പൊതുസമൂഹത്തിനോട്, മനുഷ്യരോടായിട്ട് ഈ പെയ്യുന്ന മഴ ഇങ്ങനെ ചോദിക്കുമായിരുന്നു എന്നും തോന്നുകയാണ് ജയശ്രീ മിശ്രക്ക്. ഞാൻ താങ്കളുടെ ശിരസുകളിൽ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് മഴ പോലും ഇംഗ്ലണ്ട്. അപ്പൊ വിംബിൾട്ടൺ ടെന്നീസ് ഒക്കെ കാണുമ്പോൾ അവിടുന്ന് കമന്റേറ്റേഴ്സ് അല്ലെ റഫറി ഒറ്റ വാക്യം പറയും. കരഘോഷങ്ങളൊക്കെ അനിയന്ത്രിതമായി പോകുമ്പോൾ ഒറ്റ വാക്യം പറയും, പ്ലീസ് എന്നൊരൊറ്റ ശബ്ദം മതി ഗ്രൗണ്ട് ശാന്തമാകും. റൂട്ട് ഫ്രം ആൾ കൺട്രി എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ലൂട്ട് എന്ന വാക്ക് ഞങ്ങളുടെ ഭാഷയിൽ നിന്ന് കട്ടുകൊണ്ടുപോയതാണ്. ലൂട്ട് ആൻഡ് യു ലൂട്ടഡ് അവർ പ്രോപ്പർട്ടി, യു ലൂട്ടഡ് അവർ വെൽത്ത്. വളരെ കൃത്യമായി, ഷാർപ്പായി, വളരെ വളരെ പഞ്ച് വേർഡ്സോടുകൂടി നമ്മളിങ്ങനെ എന്താ പറയുക, ഹെയർ റേസിംഗ് എന്നൊക്കെ പറയുന്നത്, രോമം എടുത്ത് പിടിക്കുന്ന തരത്തിലാണ് ശശി തരൂരെ തകർക്കുന്നത്. അപ്പൊ അത് പിന്നെ നമ്മളെ ലൂട്ട് ചെയ്തിട്ടുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ ഭാഷ എന്ന് പറയുമ്പോൾ അത് ക്രോസിംഗ് ഓൾ ദ ബൗണ്ടറീസ്, ബിയോണ്ട് ദ ബൗണ്ടറീസ്. We have to have the mind to love it because it's a product of humanity. അത് ഏതായാലും I would like to learn any language possible. Either it is Hindi, Kannada, Tamil, thoda sab kuch malum hai mere ko. Okay, so that's it. Love of language. എന്തൊരു സുഖമാണ് കേൾക്കാൻ. സ്വപ്നമാണ്, സ്വപ്നം പ്രധാനമാണ്. അപ്പോഴേ നമുക്ക് ഇങ്ങനെയുള്ള ഭാഷ ജനിക്കുകയുള്ളൂ. അത് നോം ചോംസ്കിയെ കുറിച്ച് പറയുമ്പോൾ യൂണിവേഴ്സൽ ഗ്രാമർ തിയറി പ്രൊപ്പോണ്ട് ചെയ്ത ആളാണ്. UG തിയറി എന്നുവെച്ചാൽ എവറി ലാംഗ്വേജ് ഹാസ് വൺ ആൻഡ് ഓൺലി ഗ്രാമർ. യൂണിവേഴ്സൽ ഗ്രാമർ, UG എന്നാണ് യൂണിവേഴ്സൽ ഗ്രാമർ. ചോംസ്കി പറയുന്നത് എവറി ചൈൽഡ് ഈസ് ബോൺ വിത്ത് എ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഇൻസൈഡ്, ഓർഗാനിക് ഡിവൈസ്. നമ്മുടെ കൈകാലുകൾ പോലെ, കണ്ണുകൾ പോലെ, കാതുകൾ പോലെ നമ്മുടെ മസ്തിഷ്കത്തിനകത്ത് there is a device, LAD, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അങ്ങനെ ജനിക്കുന്ന കുട്ടി, ആ കുട്ടി ഇംഗ്ലീഷുകാരനാണെങ്കിലും ഒരു സാഹിത്യന്റെ മകനാണെങ്കിലും മാഹിയിലാണ് ജനിക്കുന്നതെങ്കിൽ ഈ സാഹിത്യന്റെ, ഫ്രഞ്ച് സാഹിത്യമായിക്കോട്ടെ, ഫ്രഞ്ച് ഭാഷയായിക്കോട്ടെ, ഫ്രഞ്ച് സാഹിത്യത്തിന്റെ മകൻ ലെസ്ലി സാഹിബിനൊക്കെ നമുക്കറിയാം. ഈ ഇറങ്ങിയിരിക്കുന്ന എല്ലാ പിന്നെ പതിപ്പുകളിലും ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ ദേശാഭിമാനി പതിപ്പ് 3 പതിപ്പ് തന്നെയാണ്. അതിൽ 3 പിന്നെ അഭിമുഖങ്ങളൊക്കെ തന്നെയാണ്. 2 ആഴ്ച മുന്നേ ഇറങ്ങിയ മാതൃഭൂമിയിലും അത് തന്നെയായിരുന്നു. 3 ഫ്രണ്ട് പേജ് ഫേസിംഗ് ഷീറ്റ് കൊടുത്തിട്ട് അക്ഷരങ്ങൾ ഇതാണ്, അതാണ് വാക്ക് എന്നതിലേക്കാണ് ഞാൻ വീണ്ടും വരുന്നത്. മയ്യഴി കടൽ എന്നാണ് കൊടുത്തത്. മയ്യഴി പുഴയുടെ കഥാകാരന് മാതൃഭൂമി കൊടുത്തിരിക്കുന്ന, സാറിന് കൊടുത്തിരിക്കുന്ന വിശേഷണം മയ്യഴി കടൽ എന്ന ഹെഡ്ലൈൻ കൊടുത്തിട്ടാണ് എഴുതുന്നത്. മുകുന്ദനെ അഭിമുഖം ചെയ്തത് മറ്റാരുമല്ല, നമ്മുടെ നാട്ടുകാരനാണ്, കാസർഗോഡുകാരനാണ്. ആ അഭിമുഖം ചെയ്തത് കാസർഗോഡുകാരനാണ്, മറ്റാരുള്ള പ്രിയപ്പെട്ട കഥാകൃത്ത് അംബികാസുധനാണ്. അങ്ങാട് മാഷാണ് പിന്നെ മുകുന്ദനെ ഇന്റർവ്യൂ ചെയ്യുന്നു. ഡിജിറ്റൈസേഷന്റെ പ്രോഗ്രാമിന് ക്ലാസ്സിലെല്ലാം ഞാൻ പോയിരുന്നു. തലശ്ശേരി താലൂക്കിൽ എല്ലായിടങ്ങളിലും പോയിരുന്നു. അപ്പൊ അവിടെ ഞാൻ ഈ ലൈബ്രറീസ് ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഈ ഒരു സാധനം എടുത്ത് പറഞ്ഞു. മുകുന്ദന്റെ ഒരു പ്രത്യേക വാക്ക്, 50 വർഷങ്ങൾക്ക് മുന്നേ മയ്യഴി പുഴയുടെ തീരങ്ങൾ എന്ന നോവൽ എഴുതിയപ്പോൾ അംബികാസുധൻ മാമാട് ചോദിക്കുക, 50 വർഷം മുന്നേ എഴുതിയ ആ പുസ്തകത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്, എനിക്ക് കഴിവുണ്ടായിരുന്നുവെങ്കിൽ മാഹിയിലെ ക്ഷേത്രങ്ങളെല്ലാം ഞാൻ ഇല്ലാതാക്കിയേനെ, പകരം ലൈബ്രറികൾ പണിയുമായിരുന്നു എന്ന് മുകുന്ദന്റെ ഒരു കഥാപാത്രം അതിൽ പറയുന്നുണ്ട്. ഇപ്പൊ മുകുന്ദൻ അതിന്റെ പശ്ചാത്തലമൊക്കെ പറയുന്നത് അതായിരുന്നു അന്നത്തെ ഒരു കൾച്ചർ.
അല്ലേ? അമ്പലങ്ങളെക്കാളും ക്ഷേത്രങ്ങളെക്കാളൊക്കെ നമുക്ക് വേണ്ടത് വായനശാലകളാണ്, ഇതുപോലുള്ള കൂടിയിരിപ്പുകളാണ് എന്ന് പിന്നെ അന്ന് 50 വർഷങ്ങൾക്ക് മുന്നേ മുകുന്ദൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം മുകുന്ദനെ കുറിച്ച് ഒരുപാട് പറയേണ്ടി വരും അല്ലേ? ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ബുക്ക് എന്ന് പറയുന്ന ഡൽഹി ഗാഥകൾ. എനിക്ക് തോന്നുന്നു മുകുന്ദന്റെ പുസ്തകങ്ങൾ ഏറ്റവും പ്രസിദ്ധം, നമ്മള് കൊണ്ട് നടക്കേണ്ട ഒരു ഗ്രന്ഥമായിട്ട് അതിനെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. JCP പുരസ്കാരം നേടിയപ്പോൾ പിന്നെ ഇതിന്റെ പുരസ്കാരം നൽകിക്കൊണ്ട് നടത്തിയ പിന്നെ പ്രഖ്യാപനത്തില് ഇങ്ങനെയാണ് പറഞ്ഞത്. അതിപ്പോ ദേശാഭിമാനി ഇന്നലെ വായിച്ചതാണ്, ദേശാഭിമാനി ആവശ്യപ്പെട്ടത്. JCP പുരസ്കാരം പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എപ്പിക് ഓഫ് മോഡേൺ ഇന്ത്യ ആണ്. ഡൽഹി ഗാഥകൾ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ വായിച്ചത് വായിച്ചിട്ടുണ്ട്. പിന്നെ അതിലെ ഒരു കമ്പാരിസൺ നടത്താൻ വേണ്ടി ഒന്നും കടന്നുപോയിട്ടുണ്ട്. ബെന്യാമിന്റെ ആടുജീവിതം സിനിമയായി വന്നപ്പോൾ അതിന് കൊടുത്ത പേര് ഗോഡ്സ് ലൈഫ് എന്നാണ്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഗോഡ്സ് ലൈഫ് എന്നാണ്. പക്ഷെ എനിക്കത് സുഖമായി തോന്നിയിട്ടില്ല. പക്ഷേ ബെന്യാമിന്റെ ആടുജീവിതത്തിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നപ്പോൾ ആ പുസ്തകത്തിന് കൊടുത്ത പേര് ഗോഡ് ഡേയ്സ് ആണ്. ഗോഡ് ഡേയ്സ് കുറച്ചും കൂടി ഹൃദ്യമായി തോന്നി. ഗോഡ്സ് ലൈഫ് എന്നതിനേക്കാൾ കുറച്ചും കൂടി ഹൃദ്യമായി, കുറച്ചും കൂടി കൾച്ചറലി അടുപ്പം തോന്നുന്നത് നമുക്ക് ഗോഡ് ഡേയ്സ് ആണ്. അപ്പൊ അങ്ങനെ ഈ എന്താണ് ONV തന്നെയാണ് അല്ലേ? ശവകുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും ഇവിടെ നീ വാക്കുകൾ ഉറങ്ങാതിരിക്കുന്നു ഇല്ലേ? അങ്ങനെ ഒരു ഇല്ലേ? ശവകുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും ഇവിടെ നീ വാക്കുകൾ ബെസ്റ്റ് സെല്ലർ ബുക്കാണ്, ഇന്റർനാഷണലി ബെസ്റ്റ് സെല്ലറാണ്. ആ പുസ്തകത്തില് the day of your death will be, നിങ്ങളുടെ അന്ത്യദിനം, അവസാന ദിവസം, നിങ്ങൾ മരിച്ചു കിടക്കുന്ന ഒരവസ്ഥ ആലോചിച്ചു. ഹൗ ടെറിബിൾ, എത്ര ഭീതിതമാണ്. എന്താ ഭീതിതത്തിന് കാരണമെന്ന അടുത്ത ലൈനിൽ പറയുന്നത്, ഇറ്റ്സ് നത്തിങ് ബട്ട് all around you the people are talking, or they go on talking, they go on speaking, but you cannot argue back. You cannot argue back. നിങ്ങൾക്ക് തിരിച്ചൊന്നും മിണ്ടാനാവില്ല. നിങ്ങൾക്ക് ചുറ്റുകൂടി നിന്നവരൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ you cannot argue back. അല്ലേ? നമ്മള് ഇത്രയും കാലം കരുതിയത് കേരളമാണ് ഏറ്റവും നന്നായി സംസാരിക്കുന്ന ജനത. VK കൃഷ്ണനാണ്, കോഴിക്കോടുകാരനാണ്. നമ്മൾ വിചാരിച്ചത് നമ്മളാണ് ഏറ്റവും നന്നായി പ്രതികരിക്കാൻ ശേഷിയുള്ളവർ, സംസാരിക്കുന്നവർ എന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇലക്ഷൻ ജൂൺ 4 ആയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളെക്കാൾ പ്രതികരിക്കുന്നത് ഉത്തർപ്രദേശിലുണ്ടെന്ന് മനസ്സിലായി, അല്ലെ UP-യിലൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അതാണ് നമ്മളിങ്ങനെ കുറെ വാചാലത. ഞാൻ കഴിഞ്ഞ ഇതുപോലെ തന്നെ ഈ ലൈബ്രറി കൗൺസിലിന്റെ പരിപാടിക്ക് ഉണ്ടായിട്ടുണ്ട്. വായനയെക്കാളും കൂടുതൽ എഴുത്ത് നടക്കുന്ന ഒരു കാലമാണിത്. ഒരു ദിവസത്തെ പത്രം എടുത്തു കഴിഞ്ഞാൽ 4-5 പുസ്തകങ്ങൾ പ്രകാശനം. നമ്മളിതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചെയ്യുമ്പോൾ വിളിക്കും, പരിപാടികൾക്ക് പോകും, സംസാരിക്കാനല്ല സദസ്സിലൊക്കെ ഇരിക്കാൻ വേണ്ടിയൊക്കെ പലപ്പോഴും പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ബാലകൃഷ്ണ മാഷ് ഇപ്പോഴൊരു പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ്. വായനക്കാരുണ്ടോ എന്നത് ഇപ്പം നമ്മൾ തന്നെ എല്ലാം അല്ലേ, യങ് ഫേസസ് എന്ന് പറയുന്നത് അവർ വേറെ തരത്തിൽ വായിക്കുന്നുണ്ട്, ഇല്ലാന്നല്ല, വായന ഇല്ലാന്നല്ല, അവർ മറ്റു രീതിയിൽ വായിക്കുന്നുണ്ടാവാം. അപ്പോൾ ഏതായാലും പിന്നെ ഈ പുസ്തകം അതിൻ്റെ വില 150 അല്ലേ, ഏതാണ്ട് 90ഓളം പേജുകൾ വരുന്ന ഈ പുസ്തകം. ഇതിൽ നിറയെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭാഷയുടെ മഹാവചനങ്ങളാണുള്ളത്. ഭാഷയെ കൂടുതൽ മൂർച്ചയുള്ളതാക്കി മാറ്റാനുള്ള പഴഞ്ചൊല്ലുകളാണുള്ളത്. ഇത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല, നമുക്ക് ഇതൊക്കെ ബൈഹാർട്ടാക്കി നടക്കുക എന്ന് പറഞ്ഞാൽ പറ്റില്ല. പക്ഷേ ഒന്നും രണ്ടല്ല എന്ന് നമുക്ക് എവിടെയെങ്കിലും പറയണമെങ്കിൽ നമ്മൾ ഇതൊക്കെ വായിക്കണം അല്ലേ. ഇതുപോലുള്ള ഇമ്മിണി വലിയൊന്നുകൾ നമ്മുടെ നാട്ടിൽ, ഞാൻ അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എൻ്റെ തൊട്ട് അടുത്ത പ്രദേശത്തുകാരൻ തന്നെയാണ്, ഒരു 100 മീറ്റർ അപ്പുറത്താണ് എൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ വീടും. പേര് ശ്രീധരൻ, ഞാറ്റുവേല ശ്രീധരൻ എന്നാണ്. ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കാണും, ഞാറ്റുവേല ശ്രീധരൻ കേട്ടിട്ടില്ല.
ഞാറ്റയുടെ സീതരട്ടെ ഞങ്ങളുടെ വായനശാലയുടെ ഞാൻ പിന്നെ ഇദ്ദേഹം പിന്നെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരായിട്ട് PWD ഉണ്ടായിരുന്നു. ഒരു 10-35 വർഷങ്ങൾക്ക് മുന്നേ റിട്ടയർ ചെയ്തു. ഇദ്ദേഹം സർവീസിലുള്ള കാലത്ത് ഞാൻ മഞ്ചേശ്വരത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. മഞ്ചേശ്വരത്ത് GHS മഞ്ചേശ്വരത്ത് വർക്ക് ചെയ്യുമ്പോൾ കുഞ്ചത്തൂർ വർക്ക് ചെയ്യുമ്പോൾ 98-ലാണ് ഇദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ എന്നിട്ട് പറയുന്നത് സുരേഷ് നീ അങ്ങ് കന്നഡയുണ്ട് നമ്മുടെ കന്നഡയുള്ളൂ അവിടെ മലയാളത്തിലും 10 കുട്ടികളൊക്കെയാണ് പിന്നെ എന്നാ നീ ഓരോ ദിവസവും ഓരോ വാക്ക് എഴുതിക്കൊണ്ടിരുന്ന കന്നഡയിൽ മലയാളത്തിന് അതിൻ്റെ മലയാളം അവിടെ ഇല്ലെന്ന് ഞാൻ എന്താ ചെയ്തിട്ട് ആദ്യം എഴുതിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യമുണ്ട്. നമ്മളിങ്ങനെ തെക്കോട്ട് വണ്ടി നോക്കി നിൽക്കില്ല ബെല്ലടിച്ചാൽ വണ്ടി പിടിക്കുക നാട് പിടിക്കുക എന്നുള്ള ചിന്തയില്. അപ്പോ പിന്നെയും ഇതുപോലെ തന്നെ സ്കൂളുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ കൂടുതലൊന്നും മെനക്കെട്ട് ഞാൻ കുറച്ച് കന്നഡ പഠിച്ചു അതുപോലെ കാര്യം. എന്നിട്ട് പിന്നെ ഇത് റിട്ടയർ ചെയ്തിട്ട് പിന്നെ പൊതുരംഗത്തൊന്നും കാണൂല കുറെ കാലം. അതിന് മുന്നേ തന്നെ നമ്മൾ പല സ്ഥലത്ത് ഇങ്ങനെ മുമ്പ് ഓർക്കാറുണ്ട്. ഞാൻ ഈ ഇംഗ്ലീഷിനെ കുറിച്ച് ആണിയ കുതിര എന്നൊക്കെ പറയുമ്പോൾ മുമ്പ് ഒന്ന് കൗണ്ടർ ചെയ്യും. ഞാൻ പറയും പിന്നെ ഈ പുതിയ കമ്പ്യൂട്ടറും സാങ്കേതിക വിദ്യയൊക്കെ വന്ന കാലത്ത് ഇംഗ്ലീഷ് പഠിച്ചേ മതി, ഇംഗ്ലീഷിന്റെ ഒരു ഗുണം പിടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുമ്പ് വ്യത്യാസം രാവിലെ വിട്ട് എന്നോട് പറയും നീ പറഞ്ഞത് തെറ്റാണ്. അങ്ങനെ ഇന്ത്യ അന്ന് മലയാളം ഈ പ്രാദേശിക ഭാഷകൾ കമ്പ്യൂട്ടറിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലം ഇങ്ങനെ വരുന്നത് ഞാൻ അതൊന്നും നടക്കൂല സീരാട്ട കഴിയും. ഞാനപ്പോൾ ചോദിച്ചു സീരാട്ട അങ്ങനെയാണെങ്കിൽ ടീച്ചർ എന്താ ഇംഗ്ലീഷ് വാക്കിന് മലയാളം പറയും എഴുത്തച്ഛൻ എഴുത്തമ്മ അതെന്താ പറ്റൂല. അങ്ങനെ ഒരു ഭാഷയുടെ ഒരു സാധനം ഒരു നെറ്റ്വർക്ക് ഇദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിലുണ്ട്. അപ്പൊ വാർത്ത ഇതാണ്, ഞാറ്റുവേല ശ്രീധരൻ നിഘണ്ടുവിന്റെ രചനയിൽ. അപ്പൊ ഞാനിങ്ങനെ ഓർത്ത് എന്ത് പരിപാടി. അപ്പൊ മൂപ്പര് ചെയ്ത് റിട്ടയർമെന്റിന് ശേഷം കക്ഷി കാസർഗോഡ് GUPS മാഷ വർക്ക് ചെയ്ത സ്കൂൾ അറിയിക്കും അല്ലേ? അതെ GUPS ഒരു മാഷ് കന്നഡ മാഷ്. പിന്നെ കർണാടകത്തിൽ എവിടെയൊക്കെ പോയി താമസിച്ചു, തമിഴ്നാട്ടിൽ പോയി താമസിച്ചു, പാലക്കാട് ട്രാൻസ്ഫർ വാങ്ങിച്ചു, സർവീസ് കിട്ടും പാലക്കാടേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു, PWD അവിടെ പോയി പണിയെടുത്തു. തമിഴ് നമ്മുടെ നാട്ടിലെ ആന്ധ്രയില് ജോലി ചെയ്യുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു. പോയി ആന്ധ്രയിൽ 1-2 മാസം പോയി ആന്ധ്രയിൽ താമസിച്ചു. ഇങ്ങനെ ദ്രാവിഡ ഭാഷകളും മലയാളം ചതുർഭാഷ നിഘണ്ടു എന്ന പേരില് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റെടുത്തില്ല. ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് മുഴുവനും ചെക്ക് ചെയ്ത് ഇതിന്റെ ഫൈനൽ ഇതൊക്കെ ആക്കി നമ്മളെ കൊണ്ടാവില്ല. കാരണം ഇത് 4 ഭാഷ അറിയുന്ന ആള് വേണം. നിങ്ങൾ പിന്നെ ചോറ് എന്നതിന് തെറ്റിക്ക് ഇതാണ് നമ്മൾ എന്ത് ചെയ്യും, കഷ്ടമാവാതെ പറ്റില്ലെന്ന് പറഞ്ഞു. നമ്മൾ കേട്ടി പോകാൻ ചെറുതായിട്ട് ഇവരൊക്കെയാണ് അന്ന് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ. നമ്മൾ തലശ്ശേരി റിട്ടയർഡ് നമ്മുടെ അതെ പിന്നെ പെൻഷനേഴ്സ് അസോസിയേഷൻ ഏറ്റെടുത്തു. ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു, കൊണ്ടു നടന്ന് വിറ്റു. ഇത് സംഗതി ക്ലിക്കായിരുന്നു. ഏതോടുകൂടി നമ്മൾ CV ബാലകൃഷ്ണന്റെ മകൻ നന്ദൻ ഫിലിം ഡയറക്ടറാണ്. നന്ദൻ എന്ത് ചെയ്തു, സീരാട്ട കഥകൾ അറിഞ്ഞിട്ട് വന്നിട്ട് ഡോക്യുമെന്ററി എടുത്തു. CV ബാലകൃഷ്ണൻ എഴുത്തുകാരൻ. നന്ദൻ വന്ന് സീതാരാട്ടന്റെ ഡോക്യുമെന്ററി എടുത്തു, നാഷണൽ അവാർഡ്. നന്ദന് നാഷണൽ അവാർഡ് കിട്ടിയത് ഡ്രീമിംഗ് ഓഫ് വേർഡ്സ് എന്ന സിനിമ ഡോക്യുമെന്ററി. ഡ്രീമിംഗ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്ന സീതാരാട്ടനെ കുറിച്ച് ഡോക്യുമെന്ററിക്ക് അവാർഡ് കിട്ടി. അപ്പോൾ പിന്നെ ആളുകൾ കൂടി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു, ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു. അതുവരെ തള്ളി കിടന്ന അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല. മാൻസ്ക്രിപ്റ്റ് കൊടുത്ത് നഷ്ടപ്പെടുകയും ചെയ്തു. 1900 പേജാ. സീതാരാട്ടൻ 55 വയസ്സിൽ റിട്ടയർ ചെയ്തിട്ട് 10-25 കൊല്ലം ഇരുന്ന് മെനക്കെട്ട് പണിയെടുത്ത സാധനമാണ്. തലശ്ശേരി തന്നെയാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത്. സീതാരാട്ടൻ അങ്ങോട്ട് പോയിക്കൂടാ. അതുകൊണ്ട് തലശ്ശേരിയിൽ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ വന്നു, ഞങ്ങളൊക്കെ പങ്കെടുത്തു. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ടീച്ചറെ ഡയലോഗ് ടീച്ചറെ അങ്ങനെ വെറുതെ കളയേണ്ടതുണ്ട്. സാധാരണ ഭാഷ പോലെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ഞാറ്റുവേല സീതാരാട്ടനെ പോലെയൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് ചെയ്യാനുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ പിന്നെ ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു പിന്നെ സംഘടന, ബാംഗ്ലൂർ ബേസ്ഡ് സംഘടന, അതൊരു സാംസ്കാരിക സംഘടനയാണ്. അവരത് ഓൺലൈനാക്കി സമം എന്ന പേരിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചോറ്, അപ്പോൾ അതിൻ്റെ കന്നഡ വരും, പിന്നെ തെലുങ്ക് വരും, തമിഴ് വരും, ചതുർഭാഷ ദ്രാവിഡ ഭാഷ നിഘണ്ടു. ഇത്
ഇദ്ദേഹം പിന്നെ നേരെ ബാംഗ്ലൂരേക്ക് ഫ്ലൈറ്റ് എല്ലാം ഫുൾ 5 ലക്ഷം രൂപ അവാർഡ് നോക്കിക്കോ. 5 ലക്ഷം രൂപ അവാർഡും മറ്റെല്ലാ സുഖ സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് സീതാരാട്ടൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇത് നമ്മളിപ്പോൾ ഏതാണ്ട് സീതാരാട്ടൻ അനുമോദനം ഒരു 5-8 അനുമോദനം കൊടുത്തായിരുന്നു. ഓരോരിക്കും ഓരോന്ന് കിട്ടുമ്പോൾ ഇങ്ങനെ അനുമോദിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ സാധ്യതകൾ ധാരാളം ഉണ്ട്. ഞാൻ സീതാരാട്ടനോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഈ ചതുർഭാഷ നിഘണ്ടുവിന് ഇംഗ്ലീഷും ഹിന്ദിയും നൽകാൻ പോകുന്ന സീതാരാട്ടൻ അതിൻ്റെ സമാന പദങ്ങൾ നമുക്ക് നോക്കണമെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നടക്കില്ല, വെറുതെ നടക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് പിന്നെ സാധാരണ മാഷിൻ്റെ 9-ാമത്തെയോ 10-ാമത്തെയോ പുസ്തകമാണ്, ഏഴാമത്തെ പുസ്തകമാണ്. ആ പുസ്തകത്തിലൂടെ 9 എനിക്ക് പറഞ്ഞത്. അപ്പോൾ 7-ാമത്തെ പുസ്തകം അതിൽ അക്ഷര കേടി മുതലുള്ള പുസ്തകങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അക്ഷര ശ്ലോകം ഞാൻ അക്ഷര ശ്ലോകത്തിൻ്റെ കടി മനസ്സിലാക്കുന്നത് ഇങ്ങനെ എവിടുന്ന് ആരംഭിക്കണം എന്നൊക്കെയുള്ള മനസ്സിലാക്കിയത്. അപ്പോൾ താങ്ക് യു. വളരെ സന്തോഷം തോന്നുന്നു. സന്തോഷം എന്ന് പറയുന്നത് ഞാനിവിടെ ഡയലാബി ടീച്ചർ മെനിയാന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, കാസർഗോഡ് വരുന്നുണ്ടില്ലേ, അപ്പോൾ കാണണം. ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കും അങ്ങോട്ട് വരുന്നു പറഞ്ഞു. നടക്കില്ല, ഞാൻ പോയില്ല. അപ്പോൾ ടീച്ചറുടെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് തുടങ്ങി. കാരണം ഞാൻ ചാടി അങ്ങോട്ട് പോയിട്ട് ടീച്ചറെ. അപ്പം അങ്ങനെ ടീച്ചറും മറ്റ് പ്രത്യേകിച്ച് ടീച്ചറെ തന്നെ എടുത്തു പറയുകയാണ്. ഞാൻ ഇവരെയൊക്കെ കണ്ടതിൽ വളരെ സന്തോഷം. കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. ടീച്ചർ ഫോണിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപൂർവ ചിലർ ഇങ്ങനെ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ് ഡയലാബി ടീച്ചർ. പിന്നെ നമ്മുടെ നാട്ടുകാരി ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, പാട്ടിക്കാരി വസന്തകുമാരി വസന്തകുമാരി ടീച്ചർ. ഇവിടെ വന്നിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. ബ്രണ്ണൻ ഹൈസ്കൂളായിരുന്നു. ബാലകൃഷ്ണ മാഷ് നമ്മൾ ഇംഗ്ലീഷിന്റെ പല ക്യാമ്പുകളും ഒരുമിച്ച് ഫൈറ്റ് ചെയ്തതായിരുന്നു. ബാലകൃഷ്ണ മാഷ് എന്ന് പറഞ്ഞാൽ കൗണ്ടറി ഇപ്പോൾ ലോണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു വലിയൊരു സൗഹൃദം വീണ്ടും പുതുക്കുവാനും കണ്ടുമുട്ടാനും സാധിച്ചതിൽ സന്തോഷം, ഹൃദയം നിറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും നന്ദി. എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നെ എന്താണ് ഇതിൻ്റെ പണിക്കുറിയിൽ ദിവസങ്ങളായിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ മാഷ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇവരൊക്കെ എൻ്റെ വീട്ടിൽ 2 വീട്ടിലും വന്നിട്ടുണ്ട്. എൻ്റെ തറവാട്ടിലും വന്നിട്ടുണ്ട്, പുതിയ വീട്ടിലും വന്നിട്ടുണ്ട്. തറവാട്ടിൽ മകളെ ഗായത്രിക്ക് പിന്നെ സഹകരണ ട്രെയിനിങ് അല്ലേ, കോപ്പറേറ്റീവ് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നപ്പോൾ ഞാൻ കൊണ്ടുപോകും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയുള്ള വളരെ അടുത്ത ആത്മബന്ധമുണ്ട്. സന്തോഷം. എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച് ഫോർ ദി ഇൻവിറ്റേഷൻ ആൻഡ് ഫോർ ലിസണിങ്. താങ്ക് യു. സാധാരണ ഒരു THS കാസർഗോഡിലെ അധ്യാപിക എന്ന നിലയിൽ ടീച്ചർ ഈ പരിപാടിക്ക് വരണം എന്നാണ് സാർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ കരുതിയത്. കുറച്ച് സമയമെടുത്തു ടീച്ചർ ഈ പുസ്തകം ഏറ്റുവാങ്ങണം എന്ന ആ ശബ്ദം എന്നെ ഉൾക്കൊള്ളാം. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഞാനോ മാഷേ എന്ന്. പിന്നീടാണ് എനിക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായത്. എന്നെ അല്ല മാഷ് ക്ഷണിച്ചത്, GHSS കാസർഗോഡിലെ പ്രധാന അധ്യാപികയാണ് എന്ന്. അപ്പം എൻ്റെ സ്കൂളിനോട്, GHSS കാസർഗോഡ് എന്ന ആ മഹാവിദ്യാലയത്തിനോട് കാണിച്ച ആദരവിന് ആദ്യം തന്നെ സാറിന് നന്ദി അറിയിക്കുന്നു. ഇവിടെ എത്തിയപ്പോൾ കുറേ GHSS കാസർഗോഡിലെ കുറേ അധ്യാപകരെയും അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളെയും പരിചയപ്പെടാനുള്ള അവസരവും ഉണ്ടായി. എന്ത് പറയണമെന്ന് അറിയില്ല. ഈ വേദിയിൽ നിന്നുകൊണ്ട് മധുരമുണ്ട്, സൗന്ദര്യമുണ്ട് എന്ന് അറിയാമായിരുന്നു. പക്ഷേ ഇവിടെ അതിനൊരു സംസ്കാരവും കൂടി ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിന്, സ്വാഗത പ്രസംഗത്തിന് ഇപ്പം പുസ്തകം പ്രകാശനം ചെയ്ത് സുരേഷ് മാഷ് സംസാരിച്ചപ്പോൾ മനസ്സിലായി. കർണാടക സ്റ്റേറ്റിൽ വളർന്ന എനിക്ക് മലയാളം പുസ്തകങ്ങളോട്, കന്നഡയാണ് പഠിച്ചത്, മലയാളം പുസ്തകങ്ങളോട് വളരെ കുറച്ച് മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പുസ്തകത്തിനെ കുറിച്ചോ സാഹിത്യത്തെക്കുറിച്ചോ ഒന്നും പറയാൻ ഒരാളല്ല. എന്നാലും ഇവിടെ നിൽക്കുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്നു. എന്തെന്നറിയില്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്കും കുറച്ച് ആ ഒരു സാഹിത്യത്തിൻ്റെ നിങ്ങളുടെ സാമീപ്യം കൊണ്ട് എന്നിലും അത് കുറച്ച് ആ ഒരു നിറവും മണവും ഉണ്ടായി എന്ന് തോന്നുന്നു. ഇപ്പോൾ മാഷിൻ്റെ വായിക്കും, ഞാൻ മലയാളം വായിക്കും. അതുകൊണ്ട് തന്നെ മാഷിൻ്റെ പുസ്തകങ്ങൾ വായിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ വിദ്യാലയത്തിലെ അധ്യാപകനായതുകൊണ്ട് തന്നെ മാഷിൻ്റെ പുസ്തകങ്ങളെ ഒക്കെ വിദ്യാലയത്തിലേക്ക് തരാറുണ്ട്. ചില കൊട്ടേഷൻസ് വായിച്ചപ്പോൾ ഭാഷയുടെ തുടക്കക്കാരായ കുട്ടികൾക്ക് അത് ഏറെ പ്രയോജനപ്പെടുമെന്ന് തോന്നി. ഓരോ കോഴ്സും നമ്മെ ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാഷിക്കിനിയും ഒരുപാട്
നല്ല പുസ്തകങ്ങൾ ഭാവനയിലൂടെ നല്ല ഒരു ഭാവനയിലൂടെ നമ്മെ ചിന്തിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ഈ വേദിയിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഒരു പരാമർശമുണ്ട്, പ്രിയപ്പെട്ട ടീച്ചർ അത് തിരുത്തണം നിയമം അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം സാഹിത്യം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തെ വർഷത്ത് ദീർഘകാലം ഭാഷ ഞാൻ പഠിച്ചിട്ടുള്ളത് കാസർഗോഡെത്തിയ ശേഷമാണ്. ഭാഷ അവിടെ നിന്ന് നേരെ എറണാകുളത്ത് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ വലിയൊരു ഗ്യാപ്പ്. അപ്പോൾ എന്തായാലും കണ്ടുമുട്ടേണ്ടവരെ എപ്പോഴെങ്കിലും എന്തെങ്കിലും കണ്ടുമുട്ടിയിരിക്കും എന്നൊരു പ്രവചനമുണ്ട്. അതൊരു പ്രവചനമാണോ? കണ്ടുമുട്ടേണ്ടവരെ എന്തെങ്കിലും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടിയിരിക്കുന്നു. അപ്പോൾ ആ രീതിയിലൊരു കണ്ടുമുട്ടലാണ് ഭാഷ. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ഭാഷ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു അയൽക്കാരനായിട്ട് മാറുന്നു. ഒരു വ്യൂ ലെങ്ത്. അപ്പോൾ അത് വലിയ സന്തോഷമുണ്ട്. ഭാഷയുടെ മുൻകാല പുസ്തകങ്ങളുടെയൊക്കെ പ്രകാശനച്ചാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാത്തിലും എൻ്റെ ഒരു മാനസികമായ പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ ഉണ്ട്. ഒരു സഹോദരൻ, സ്നേഹ സഹോദരന്മാരാണ്. അപ്പോൾ ആ രീതിയിലുള്ള വലിയ ആത്മബന്ധം നിങ്ങൾ തമ്മിലുണ്ട്. ഇത്തരത്തിൽ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന, ആദരിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു സർക്കാർ. ഒരേ കാലത്ത് ആണ് അതൊരു വസന്തകാലമായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിൽ. അപ്പോൾ സാധാരണ പറയാറുണ്ട് ഈ പൊന്നാനി പുഴയുടെ തീരത്ത് പിന്നെ ജനിച്ചവർ ആരും പൊട്ടന്മാരില്ല, അവരും ഒരു പൊട്ട കവിതയെങ്കിലും എഴുതി പോകുമെന്ന് സാധാരണ പറയാറുണ്ട് ഭാരതപ്പുഴയെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ പാരമ്പര്യം നമുക്കറിയാലോ. മലയാളങ്ങളുടെ ഏറ്റവും വലിയ എല്ലാ സർഗപ്രതിഭകളും ഒരു വലിയ ശതമാനം ആ ഒരു കരുത്തിൽപ്പെട്ടവരാണ് എന്നതുപോലെയാണ് മഹാരാജാസ് കോളേജിൻ്റെ പാരമ്പര്യം എന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതൊരു അഭിമാനമാണ്. മാഷ് ഉള്ള കാലത്ത് ഞാനുള്ള കാലത്തും ഞങ്ങളോടൊപ്പം ഉണ്ടായ വളരെ പ്രഗത്ഭരായ വ്യക്തികൾ ആയിരുന്നു ബിനോയ് വിശ്വം. മലയാളത്തിലെ എക്കാലത്തെയും MP CPIയുടെ സംസ്ഥാന സെക്രട്ടറി, മന്ത്രിയൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിനോയ്. ഇപ്പോഴും ബിനോയ് എന്ന് പറഞ്ഞ് തോളത്ത് കൈവക്കാൻ പറ്റിയ സ്വാതന്ത്ര്യം ഒരാളാണ്. ലോഹിദാസ്, മലയാളത്തിൻ്റെ എക്കാലത്തെയും വലിയ സംഘപ്രതിഭ. പിന്നെ ബാലേന്ദ്രൻ പുള്ളിക്കോട്, വിജയലക്ഷ്മി, PT തോമസ് MLA, നമ്മുടെ വേണു, അംബാസഡർ, ഹൈക്കമ്മീഷണർ, ഇന്ത്യൻ പ്രസിഡന്റ് സെക്രട്ടറി പോലുമായ വേണു രാജാമണി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവരൊക്കെ നമ്മുടെ ആ ഒരു സമുദായത്തിലാണ്. പക്ഷെ മാഷ ഞാൻ ആ സമയത്തൊക്കെ ഒന്നും പരിചയപ്പെട്ടിട്ടില്ല. അത് പ്രയോജനപ്പെടുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവർക്ക് ആ രീതിയിൽ അത് പ്രയോജനപ്പെടട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. അപ്പോൾ സദാനന്ദ മാഷയുടെ അനിശ്ചിതമായ സർഗ സബര്യ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. ഞാൻ പുസ്തകത്തിലേക്ക് ഞാൻ വരുന്നില്ല. ചെറിയ ആത്മനിഷ്ഠമായ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഞാനും സദാനന്ദ മാഷും കേരളത്തിലെ അതിപ്രസിദ്ധമായ പിന്നെ പുസ്തക പ്രകാശന ചടങ്ങാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയെ ബന്ധപ്പെട്ട്. അപ്പോൾ ആ പുസ്തകം എഴുതിയ സദാനന്ദ മാഷയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ആ പുസ്തകം പ്രകാശനത്തിൽ എത്തിയ സുരേഷ് കോമത്തെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ രീതിയിൽ വളരെ സ്വദേശമായി വളരെ ഒരു ലക്ഷ്യമുണ്ട്, സമൂഹത്തിന് സന്ദേശം കൊടുക്കാനുണ്ട്. ആ രീതിയിലുള്ള സന്ദേശങ്ങളായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് വളരെ ശ്രമകരമാണിത്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും പ്രോത്സാഹനവും ഏകാൻ ഇതിൻ്റെ സഹധർമ്മിണിയുടെ മുന്നോട്ടേക്ക് പ്രയാണം നടത്തിക്കൊണ്ടേയിരിക്കുന്നത് എനിക്ക് സന്തോഷമുണ്ടാക്കി. മാഷെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് പറയാനുണ്ട്, മാഷ ഒരു അന്വേഷക ബുദ്ധിയിൽ ഒരു അന്വേഷണത്തിൻ്റെ വഴിയിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് മാഷ്. വൈവിധ്യമാർന്ന അന്വേഷണങ്ങളാണ് മാഷ്. ബഹുഭാഷാ പണ്ഡിത സംസ്കാരങ്ങൾ, സാഹിത്യം, എഴുത്തിൻ്റെ ഒക്കെ വഴിയിൽ മാഷ് സഞ്ചരിക്കുന്നത് അത് അസൂയാർഹമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. മാഷൊരു പരിശ്രമശാലിയാണ്. മാഷ് ഉത്സാഹിയാണ്. ഞാൻ പൊതുവെ ഒരു മടിയനാണ് എഴുത്തിൻ്റെ കാര്യത്തിൽ. മാഷ് വളരെ ഈ ഒരു പരിശ്രമം, ഈ ഉത്സാഹം ഇടയിലുള്ള എൻ്റെ ജയരാമാഷെ സർഗാത്മക വ്യക്തിത്വങ്ങൾ അധ്യാപകരുടെ ഇടയിൽ കുറവാണ്. അതായി മാറും എളുപ്പമല്ല. അതൊരു വരദാനം, ഒരു വരപ്രസാദം എന്ന് പറയാറ് നമ്മൾ. അതാണെന്ന് ഞാൻ സംശയമില്ല ഈ അക്ഷര സിദ്ധി. അതാണ് മാഷെ വേറിട്ട് നിർത്തുന്നത്. അധ്യാപകരുടെ നിന്ന് മാഷ വേറിട്ട് നിർത്തുന്നത് ഇതാണ്. അത് വലിയ കാര്യം തന്നെയാണ്.
അപ്പോൾ ഈ രീതിയിലുള്ള ശ്രമങ്ങളുമായി സർക്കാർ ആത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ട സദാനന്ദൻ മാസ്റ്ററുടെ എല്ലാ തരത്തിലുള്ള സാഹിത്യ സഭയിലേക്കും ഈ അവസരത്തിൽ ഞാൻ പിന്തുണ പ്രോത്സാഹനം അർപ്പിക്കുകയാണ്. ഒപ്പം മാഷുടെ പ്രകൃതി സ്നേഹം അതുകൂടെ പറയേണ്ടത് മാഷ് പൂക്കളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ചർച്ചകൾ, ക്ലാസ്സുകൾ, സംവാദങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ വലിയ താല്പര്യത്തോടെയാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും ഈ പുസ്തകം വിദ്യാർത്ഥികൾക്കല്ല നമുക്കും മുതിർന്ന ആളുകൾക്കും ഒക്കെ തന്നെ ഉപകരിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ്. ഇങ്ങനെ വളരെ വേറിട്ട വഴിയിലൂടെ, സരണിയിലൂടെ, അന്വേഷണാത്മകമായ ബുദ്ധിയോടെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഈ എഴുത്തുകാരനെ, ഈ ഗ്രന്ഥകാരനെ, ഈ സഹൃദയനെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ഒരു ആൾരൂപമായ എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും അപ്പുറം മനുഷ്യത്വമാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്ന മാഷ് ഒരിക്കൽ കൂടി ഞാൻ ഹൃദയപൂർവ്വം നമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വരുംകാല പ്രവർത്തനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഭാവങ്ങളും ആശംസിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ സഹധർമ്മികളുടെ സാന്നിധ്യം കൂടി ഞാനിവിടെ ഒരിക്കൽ കൂടി അവരോടുള്ള എൻ്റെ വിനയം, സ്നേഹം അറിയിക്കുന്നു. മാഷിനും കുടുംബത്തിനും എല്ലാ തരത്തിലുള്ള ശ്രേയസ്സുണ്ടാകട്ടെ. ഈ ചടങ്ങ് ഏറ്റവും മധുരതരമായി പ്രത്യേകിച്ച് ബാലകൃഷ്ണ മാഷിൻ്റെ ക്ലാസ്സായിരുന്നു. നമ്മുടെ പി ഗോവിന്ദപിള്ളയെ കുറിച്ച് പറയുന്നത് പോലെ ഒരു തൂണിൽ സഞ്ചരിക്കുന്ന ലൈബ്രറിയുമായി പോകുന്ന ഒരാളാണ് മാഷ്. എപ്പോഴും വായിച്ചുകൊണ്ടും വായനയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. ഇപ്പോൾ ഈ പുസ്തകം ഇവിടെ അത് ലോകത്തിലെ മഹാന്മാരുടെ മരിക്കാത്ത വാക്കുകളെ ഒരു മണിമുത്തുകളായി പുസ്തകത്തിലൂടെ പ്രകാശിപ്പിച്ച അദ്ദേഹത്തിന് അഭിനന്ദനം അർപ്പിക്കുന്നു. ഇനിയും ഈ പുസ്തകം എഴുതാനും അതുപോലെ ഈ പുസ്തകങ്ങൾ ചർച്ചപ്പെടാനും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. പുസ്തക പ്രകാശന പരിപാടിയുടെ ಅಧ್ಯಕ್ಷನು ಇಲ್ಲಿ ಬಿಡುಗಡೆ ಮಾಡಿದ್ದಾರೆ. ಕಾಸರಗೋಡಿನ ಸಾಂಸ್ಕೃತಿಕ ಅಥವಾ ಭಾಷಿಕ ಇತಿಹಾಸದಲ್ಲಿ ಒಂದು ಅತ್ಯಮೂಲ್ಯವಾದಂತಹ ಒಂದು ಕೊಡುಗೆ ಈ ಪುಸ್ತಕ ಅಂತ ನಾನು ಭಾವಿಸ್ತೇನೆ. ಯಾಕೆಂದರೆ ಅವರ ಈ ಅಕ್ಷರದ ಯಾತ್ರೆ ಅದು ಸಂಶೋಧನಾ ರೂಪದಲ್ಲಿರ್ಬೋದು, ಸಾಹಿತ್ಯಿಕವಾದಂತಹ ವಿವಿಧ ವಲಯಗಳ ರೂಪದಲ್ಲಾಗಿರ್ಬೋದು, ಅಥವಾ ಸಾಮಾಜಿಕ ಶೈಕ್ಷಣಿಕ ರೂಪದಲ್ಲೂ ಆಗಿರ್ಬೋದು. ಅಂತಹ ಒಂದು ಯಾತ್ರೆಯ ಮೂಲಕ ಮನುಷ್ಯ ಮನಸ್ಸುಗಳನ್ನು ಒಟ್ಟಾಗಿಸುವಂತಹ, ಮನುಷ್ಯ ಮನಸ್ಸುಗಳನ್ನು ಚಿಂತನೆಗೆ ಹಚ್ಚುವಂತಹ, ಮನುಷ್ಯ ಮನಸ್ಸುಗಳನ್ನು ಆಲೋಚನೆಗೆ ಹಚ್ಚುವಂತಹ ಒಂದು ಕೆಲಸವನ್ನು ಅವರು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಈ ಪುಸ್ತಕದ ಬಗ್ಗೆ ಇನ್ನಷ್ಟು ಚರ್ಚೆ ಆಗಬೇಕು, ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಇದನ್ನು ಉಪಯೋಗಿಸುವ ಹಾಗೆ ಆಗಬೇಕು. ಸದಾನಂದ ಮಾಸ್ಟರ್ ನನ್ನ ಶಾಲಾ ಕಲೋತ್ಸವದಲ್ಲಿ ಜಡ್ಜಿಂಗ್ ಕಮಿಟಿಯಲ್ಲಿರುವಾಗ ನಾನು ಮತ್ತವರು ಬಹಳಷ್ಟು ವೇದಿಕೆಗಳಲ್ಲಿ ಜಡ್ಜಾಗಿ ನಾವು ಕರ್ತವ್ಯ ನಿರ್ವಹಿಸಿದ್ದೇವೆ. ಅದು ಮಾತ್ರ ಅಲ್ಲ, ಅವರ ಈ 6 ಪುಸ್ತಕ, ಕಳೆದ 6 ಪುಸ್ತಕಗಳ ಕೆಲವೊಂದು ಪುಸ್ತಕಗಳ ಪ್ರಕಾಶನ ಕಾರ್ಯಕ್ರಮದಲ್ಲೂ ಕೂಡ ನಾನು ಕೊಂಕಣಿ ಮಾತೃಭಾಷೆಯಾದರೂ ಕೂಡ ಮಲಯಾಳದ ಮೂಲಕ ಕನ್ನಡ, ತುಳು ಎನ್ನುವಂತಹ ಈ ಸಂಸ್ಕಾರವನ್ನು ಅರಗಿಸಿಕೊಂಡಂತಹ ಒಬ್ಬ ವ್ಯಕ್ತಿ ಶ್ರೀ ಸದಾನಂದನ್ ಮಾಸ್ಟರ್. ಈಗಾಗಲೇ ಇಲ್ಲಿ ನಿಘಂಟುವಿನ ಬಗ್ಗೆ ಹೇಳಿದರು, ಚತುರ್ಭಾಷಾ ನಿಘಂಟುವಿನ ಬಗ್ಗೆ ನಮ್ಮ ಉದ್ಘಾಟಕರು ಹೇಳಿದರು. ಇಲ್ಲಿ 18 ಭಾಷೆಗಳಿವೆ. ನಮ್ಮ ರವೀಂದ್ರನ್ ಪಾಡಿಯಲ್ಲ ಅದರ ಬಗ್ಗೆ ತುಂಬ ಅಧ್ಯಯನ ಮಾಡಿದರು. 18 ಭಾಷೆಗಳು ಈ ಪ್ರದೇಶದಲ್ಲಿದೆ. ಅದರಲ್ಲೊಂದು 10 ಭಾಷೆಯ ನಿಘಂಟನ್ನಾದರೂ ಸದಾನಂದನ್ ಮಾಸ್ಟರ್ ಅದು ಮಾಡಬೇಕು ಅಂತ ನಾವು ವಿನ್ನವಿಸ್ಕೊಳ್ತಾ ಇದ್ದೇವೆ. ಒಂದು 10 ಭಾಷೆಯ ನಿಘಂಟಾದರೂ ಅವರು ಮಾಡಬೇಕು. 4 ಭಾಷೆ ಅಲ್ಲ, 5 ಭಾಷೆ ಅಲ್ಲ, ಒಟ್ಟು 18 ಭಾಷೆಯಲ್ಲಿ ಉಂಟು. ಒಂದು 10 ಭಾಷೆ, ಮಿನಿಮಮ್ 10 ಭಾಷೆಯ ನಿಘಂಟನ್ನಾದರೂ ಅವರ ಈ ವಿರಾಮದ ವೇಳೆಯಲ್ಲಿ, ಅಂದರೆ ಈಗ ಅವರಿಗೆ ರಿಟೈರ್ಡ್ ಆಗಿದೆ, ಈ ವಿರಾಮದ ವೇಳೆಯಲ್ಲಿ ಅದನ್ನು ಅವರು ಸಾಕ್ಷಾತ್ಕರಿಸಿ. And it is a tribute and it is a thanks to Sadananda sir. After going through that book, I found very particularly that they were separate columns are there. And I am very much thankful and in English. Long time back I remember our Varghese, Professor Varghese sir, who was coaching me, teaching me about the functions and all. He used to tell me like that. Any language, whether it is Malayalam, Kannada, English, but when you speak in English, it
it has got a particular thing. You can impress that one. A point if you want to develop and if you want to separate thinking to be not to all the public and all. English is separate. It is something else. And this I just want. Every speaker and a literary worker, they can, it will be very much helpful to you. Because suppose you are going to face in a new seminar or something or going to speak in it, you just go through that and you will get enough, sufficient quotations. New quotations are old is there, but that will help you very much. Just to get the quotation of word. Really, the answer told it is the book, and you might spend maximum time for this book because you have to bring out all of them. And as my interpreters, I am expressing for giving my chance to speak on this occasion. They said, when day for yesterday when we were talking that one, there was a big discussion about that Shakespeare novel. When Mark Kennedy was speaking, the most is that again the same meaning with the unkindest. Why you are twice it is used? So Varghese told me, it is not even that when it is not a solution. The most unkindest, if you can make another word, that also can be used because the cutting, the killing was so that much of cruel one. The entire world is changed. After hearing that speech, Anthony's speech, the entire audience, the people who was attended there, just to change it. And for that I am not making any further speech at all. Thank you for giving me this chance. As I told when I was speaking Kannada, there must be somebody who will thanks for giving him and speaking in English only. That's why I just selected it. Thank you, sir. ഈ കൊട്ടേഷൻസ് അല്ലെങ്കിൽ കോഡ്സ് എന്ന് പറയുന്നത് ആവശ്യത്തിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രസക്തി, അതിൻ്റെ സ്പാർക്ക്, അതിൻ്റെ തീക്ഷ്ണത നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അറിവ് ഒരുപാടുണ്ടായതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് ജ്ഞാനഭാരം എന്ന ഈ സന്തോഷ് കുമാറിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഒരുപാട് അറിവ് നേടണമെന്നില്ല. മനുഷ്യൻ ജീവിക്കാനുള്ള അറിവ് മാത്രമേ മനുഷ്യന് വേണ്ടതുള്ളൂ. ഉള്ള അറിവ് എത്രത്തോളം പ്രയോഗിക്കാൻ സാധിക്കുന്നു, അതിൻ്റെ പ്രായോഗികത എത്രയുണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത്. ഇവിടെ ഒരുപാട് കോഡ്സ്, ഒരുപാട് പ്രോവർബ്സ് നമ്മുടെ മറ്റുള്ളവരുമായിട്ട് സംവദിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴൊക്കെ ആവശ്യമുള്ള സമയത്ത് അത് സ്പാർക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു സിദ്ധിയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെ മാഷിൻ്റെ അനുഭവത്തിലൂടെ വരുന്ന സമയത്ത്, പഠിപ്പിക്കുന്ന സമയത്ത്, മറ്റു സാമൂഹിക സാംസ്കാരിക ഇടപെടലുകൾ നടത്തുന്ന സമയത്ത് മാഷ് ഉപയോഗിച്ചത്, കേട്ടത്, വായിച്ചത്, പറഞ്ഞത് ഒക്കെ ചേർത്ത് വെച്ച് ആവശ്യമുള്ള സമയത്ത് എടുക്കാൻ പറ്റുന്ന തരത്തിൽ മറ്റുള്ളവരെ എക്യുപ്ഡാക്കാൻ വേണ്ടി ഉള്ള ഒരു ശ്രമമാണ് മാഷ് നടത്തിയിരിക്കുന്നത്. പോയ ശേഷം നമ്മുടെ ജീവിതം എവിടെയെന്നുള്ള ചോദ്യം അദ്ദേഹമായി ഉന്നയിക്കുന്ന ഒരു കോട്ടാണ്. അപ്പം അതുപോലെ നമ്മളെങ്ങനെയാണ് നമ്മൾ മറ്റുള്ള ഒരു വരും തലമുറക്ക് എന്തൊക്കെ പകർന്നു കൊടുക്കുന്നു എന്നതിലാണ് നമ്മുടെ അസ്തിത്വം നിലകൊള്ളുന്നത്. അതിൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു പുസ്തകം, അദ്ദേഹം കവിത എഴുതുന്ന ഒരാളാണ്. മറ്റു പുസ്തകങ്ങളൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ വിവിധ തരങ്ങൾ എപ്പോഴും നിരന്തരമായ നിരതനായിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് പ്രധാന മാഷ്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കൃഷി, അതുപോലെ തന്നെ യാത്ര, ഇതൊക്കെ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഈ സംഭാവന അത് വരും തലമുറക്ക് ഉപയോഗിക്കേണ്ടത് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അസ്തിത്വം, അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് ഏറ്റവും വലിയ ഇതാവുന്നത് തലമുറ എത്ര കണ്ട് ഉപയോഗപ്പെടുന്നു എന്നതിലാണ്. അതിലേക്ക് വേണ്ടി നമ്മളെല്ലാവരും ഏറെ പ്രയത്നിക്കണമെന്ന് കൂടി ഉദ്ദേശിച്ചുകൊണ്ടിരുന്നു. എല്ലാവരുടെ ആത്മവിശ്വാസം രാഘവ മാഷ് അത് ഇറ്റ് ഷോൺ ദാറ്റ് ഇറ്റ്സ് ദ ബെറ്റർ സൈഡ് ഓഫ് ദ കാർപ്പറ്റ് എന്ന് ചിരസ്മരണയുടെ പരിഭാഷയെ കുറിച്ച് പറഞ്ഞത് ഓർത്തു പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ സദാനന്ദ മാഷയുടെ ഈ തൻ്റെ അധ്യാപന ജീവിതത്തിന് ശേഷം, റിട്ടയർ ചെയ്തതിന് ശേഷം പഠിക്കുക, മനഃപ്പാഠമാക്കുക എന്നുള്ളത് സ്വാഭാവികത്വം എന്തിനാണിതെന്ന് തോന്നിയേക്കാം. പക്ഷേ ശ്ലോകങ്ങൾ ചൊല്ലിപ്പഠിക്കുന്നത്, ധാരാളം ശ്ലോകങ്ങൾ ചൊല്ലിപ്പഠിക്കുന്നത് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പലതും ഇങ്ങനെ മനഃപ്പാഠമാക്കുന്നത് ഓർമ്മശക്തിക്ക് സഹായിക്കുമെന്നാണ്. അത് പലപ്പോഴും ചെറുകാട് നമുക്കറിയാം, മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ സാഹിത്യകാരനാണ്. അദ്ദേഹം തന്നെ മക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്ലോകങ്ങൾ പഠിക്കണമെന്ന്.
അദ്ദേഹം കൊടുത്തൊരു വാഗ്ദാനം 1000 ശ്ലോകം പഠിച്ച് ചൊല്ലിയാൽ അരപ്പവന്റെ മോതിരം വാങ്ങിത്തരുമെന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മക്കൾ 3-4 മക്കൾ ശ്ലോകം പഠിച്ച് മോതിരം വാങ്ങിയവരെ കൂട്ടത്തിലുണ്ട്. രമണ മാഷും മോഹൻ മാഷും ഒക്കെ. അപ്പൊ അത് പിൽക്കാല ജീവിതത്തിന് സഹായമായിട്ടുണ്ട് അവർ തന്നെ പറയുന്നു. എന്നതുപോലെ സാധാരണ പക്ഷേ പുസ്തകങ്ങൾ 2-3 പുസ്തകങ്ങൾ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. അപ്പൊ നമ്മുടെ സ്കൂൾ ലൈബ്രറികളിൽ അത് ലഭ്യമായ ഇപ്പൊ പ്രോവർബ് അതുപോലെ കൊട്ടേഷൻസ് നമ്മൾ സാധാരണ വായിച്ച് ഡിക്ഷണറി വായിച്ച് കരഞ്ഞു പോയി എന്ന് പറഞ്ഞ പോലെ ആരും വീട്ടിലിരുന്ന് വായിച്ച് പഠിക്കുന്ന ഒരു കാര്യം ഒരു പുസ്തക രൂപത്തിൽ ആക്കണം എന്നുള്ള ഉൾചോദനയുടെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ടാവുക. അധ്യാപനം എന്നുള്ള നിലക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് 10 മിനിറ്റ് സംസാരിച്ച് ഫലിക്കാത്ത കാര്യം ചിലപ്പോൾ ഒരു കൊട്ടേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല് കൊണ്ട് ഫലപ്രദമാകും എന്നുള്ളത് നമുക്കെല്ലാം അനുഭവ വേദ്യമായ കാര്യമാണ്. കുഞ്ഞുണ്ണി മാഷ് കയ്യിൽ ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ടായിരുന്നു. ഒരു കെട്ട് പഴഞ്ചൊല്ലുകൾ അദ്ദേഹത്തെ ഞങ്ങളെ ഏൽപ്പിച്ചു. ഞങ്ങളെ എന്ന് പറഞ്ഞ അധ്യാപക സംഘടന KSTA. എന്നിട്ടത് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നുള്ള പേര് ഞങ്ങളത് പ്രസിദ്ധീകരിച്ചു. വലിയ സ്വീകാര്യതയാണ് ആ പുസ്തകത്തിൽ കിട്ടിയത്. അപ്പൊ സദാനന്ദ മാഷ് 7ാമത്തെ പുസ്തകം ഒന്ന് അക്ഷരകേലി പുസ്തകമാണ്. അക്ഷശ്ലോകവുമായി ബന്ധപ്പെട്ട സദാനന്ദ മാഷിന്റെ 7ാമത്തെ പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത്. അതിൽ ഏത് പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരാൾ എന്ന നിലക്ക് അദ്ദേഹത്തെ മുൻകാല സഹപ്രവർത്തകൻ എന്ന നിലക്കുമാണ് ഞാനിവിടെ നിൽക്കുന്നത്. തൻ്റെ അധ്യയന സമയത്ത് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് പുറത്തിറങ്ങാൻ എനിക്ക് ചിറകുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിയത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. കാരണം പ്രത്യേകിച്ച് ബാങ്കിന്റെ ക്യാബിനുള്ളിൽ പെട്ടതാണ്, അതൊരു കൂടാണ്. അപ്പോൾ മാഷിന്റെ ഈ പ്രോബ്സ് ഒക്കെ കേൾക്കുകയും അത് ഹൃദ്യസ്ഥമാക്കുകയും ചെയ്യാൻ നമ്മുടെ യുവതലമുറ തയ്യാറാകണം. ഇത് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഒരു റെഫറൻസ് പുസ്തകമായിട്ട് ഉപയോഗിക്കണം. അതിലുള്ള പ്രോബ്സ് ഒക്കെ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ നമ്മുടെ ഈ കുറുങ്കവിത എന്ന് പറയുന്ന പോലെ അത് ഒരു കവിത തന്നെയാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം പറയാനുള്ളത് 2 വരിയിൽ പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമാഷയുടെ പ്രസിദ്ധമായ കാർട്ടൂൺ പോലെ ഈ മരത്തിന്റെ കുറ്റിയിൽ ഇരുന്ന് കരയുന്ന പക്ഷിയെ പോലെ ഈ ചെറിയ ഒരു 2 വരികളിലൂടെ ഒരു കാര്യം ലോകത്തോട് പറയുമ്പോൾ അതും ഒരു കവിതയാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സദാനന്ദ മാഷയുടെ ഒപ്പം ഞാനും എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. സദാനന്ദ മാഷയുടെ ഈ പ്രവർത്തന മേഖല കൂടുതൽ വിപുലമാകട്ടെ. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. ഒരു വർഷത്തിൽ ഒരു പുസ്തകമെങ്കിലും ഞാൻ ഇറക്കും എന്നതാണ് ആ ദൃഢനിശ്ചയം. അങ്ങനെ ഈ 7 കൊല്ലത്തിൽ 7 പുസ്തകങ്ങൾ അദ്ദേഹം ഇറക്കിക്കഴിഞ്ഞിരിക്കുന്നു. വൈവിധ്യമാർന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നവർ അവയെല്ലാം തന്നെ വളരെ ഉപയോഗപ്രദമായവയുമാണ്. ഈ പുസ്തകങ്ങളെ 1 മുതൽ 6 വരെ എടുത്തു വെച്ച് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. ഇതൊക്കെ പുസ്തകങ്ങൾ, ഓരോ പുസ്തകങ്ങളും പടിപടിയായി മേലോട്ട് പോകുന്നവയാണ്. അവയുടെ നിലവാരം 1-ൽ നിന്ന് 2-ാമത്തേൽ, 2-ൽ നിന്ന് 3-ാമത്തേൽ അങ്ങനെ പടിപടിയായി മേലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ 7ാമത്തെ പുസ്തകത്തിനേക്കാളും ഒരു പടി മുമ്പിലായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും. അപ്പോൾ ഇങ്ങനെ പടിപടിയായി ഉയർന്നു വരുന്ന ഒരു സാഹിത്യകാരനാണ് സദാനന്ദ മാഷിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് എവിടെ ചെന്ന് എത്തണം എന്നതിനെ കുറിച്ച് എനിക്ക് വളരെ കാര്യമായ ഒരു അഭ്യർത്ഥനയുണ്ട്. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് മാത്രമേ ഒരു എഴുത്തുകാരനാവാൻ പറ്റൂ. എം മുകുന്ദൻ എഴുതിയ ഒരു കാര്യം നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും. മയ്യഴിപ്പുഴയുടെ തീരത്തുള്ള നോവൽ എഴുതിയിട്ട് കൃഷ്ണവാര്യർക്ക് അയച്ചു കൊടുത്തു. അത്ര 2 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. അതിൽ എഴുതിയിരിക്കുന്നത് ഇത് നോവലേ അല്ല എന്നാണ്. ഒരുപക്ഷെ ആയിരിക്കാം, അത് നോവലേ ആയിരിക്കില്ല. അതുകൊണ്ട് മുകുന്ദനെ അത് കത്തിച്ച് കളഞ്ഞെന്നാണ് പറഞ്ഞത്. ആ നോവൽ കത്തിച്ച് കളഞ്ഞു. 2 കൊല്ലം കഴിയുമ്പോൾ നോവൽ പുനർജീവിച്ചു വന്നു. അതാണ് തലത്തിലായിട്ടുണ്ടാവുക, കേരളീയ തലത്തിൽ. അതെ, പ്രാദേശികതയും കൂടി അത് പകരണം എന്നാണ് ഞാൻ പറയുന്നത്. പ്രാദേശിക വ്യത്യാസത്തോടുകൂടി അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ചരവർഷം എന്ന് പറയുന്നത്, ചരവർഷം മഴ വരുന്നത്, ശരം വർഷിക്കുന്നത് പോലെയുള്ള മഴ. അപ്പൊ അതിന് തുല്യമായ ഒരു ശൈലി ഇംഗ്ലീഷിൽ വരുന്നതാണ് സംബന്ധിച്ച് അറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിൽ ഞാൻ ആലോചിച്ചത്, നമ്മുടെ
സാറേ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ലോക ഭാഷ എന്നുള്ള നിലയിലാണ്. അപ്പൊ അതിന്റെ പല ശൈലികളും ചൊല്ലുകളൊക്കെ വരുന്നത് അത് ഉത്ഭവിച്ച നാട്ടിന്റെ ഒരു പശ്ചാത്തലത്തിലാണ്. നേരത്തെ ഇവിടെ മറ്റേ ശ്രീ സാർ പറഞ്ഞതുപോലെ അവരുടെ ഇതാണ് പൂച്ചയും നായയും പെയ്യുന്നു എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ ഏതൊരു ചൊല്ലും ഉണ്ടാകുന്നത് അത് ഉത്ഭവിക്കുന്ന നാടിന്റെ പ്രത്യേകതകളും ഇതൊക്കെ ചേർത്തിട്ടാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് പുളിയന്റെ കയ്യിൽ കോയിനെ കൊടുത്ത പോലെ എന്നൊരു ചൊല്ലി, അത് ഇവിടുന്ന് മാത്രമേ ഉണ്ടാവൂ. കാരണം ഇവിടെ മാത്രമേ പുളിയനുള്ളൂ. ഒരു തിരുവനന്തപുരക്കാരൻ അങ്ങനത്തെ ഒരു ചൊല്ലുണ്ടാവില്ല. അതേപോലെ കല്ലില്ലാത്ത പുളിയനെ പോലെ, അത് പുളിയനുള്ള നാട്ടിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ മലയാളത്തിലെ പ്രാദേശിക വ്യത്യാസത്തോടുകൂടി ഒരുപാട് ചൊല്ലുകളും ശൈലികളൊക്കെ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിൽ അതുപോലെ ഭാഷ പഠിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ പരിചിതവും ആയിട്ടുള്ള ചൊല്ലുകൾ തന്നെയാണ്. എങ്കിലും അതിൻ്റെയൊക്കെ ഒരു ശേഖരണം അത് വളരെ പ്രധാനമാണ്. അവിടെയൊക്കെ ചിതറിക്കിടക്കുന്ന ഈ ചൊല്ലുകളും അതുപോലെ തന്നെ മഹത്വചനങ്ങളും ഒക്കെ ശേഖരിച്ച് നമ്മുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ മലയാളത്തിൽ ഇതുപോലെ ഒരുപാട് ചൊല്ലുകളും ശൈലികളും അതേപോലെ സൂക്തങ്ങൾ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള വചനങ്ങളൊക്കെ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് പുസ്തകം. അവിടെ സദാനന്ദ മാഷ് ഇങ്ങനെ എഴുതി ഇനി 12, 13, 14 പുസ്തകം ആകുമ്പോഴേക്ക് സാഹിത്യ അക്കാദമിയുടെ എങ്കിലും പുരസ്കാരം നേടുന്ന ഒരു പുസ്തകം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ അവാർഡ് വാങ്ങാൻ പറ്റിയ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതായിരിക്കുന്ന രവീന്ദ്രൻ പാടി 15 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു. എനിക്ക് തോന്നുന്ന ഈ സമഗ്ര സംഭാവനക്കായിട്ട് ഇപ്പോഴേ ഒരു അവാർഡ് കൊടുക്കാവുന്നതാണ്. കാരണം ഇവിടെ സാനന്ദ ഭാഷയെ കുറിച്ച് പറഞ്ഞ പോലെ വളരെ അന്വേഷണാത്മകമായ കൃതിയാണ് അദ്ദേഹം എഴുതിയതൊക്കെ. ഒരു മനസ്സിൽ തോന്നുന്ന അങ്ങനെ ഒരു നോവൽ എഴുതുന്ന മാതിരി എഴുതുകയല്ലേ ഇത്. ഒരുപാട് മെനക്കെട്ടിട്ട് അന്വേഷിച്ചിട്ടാണ് പുസ്തകങ്ങളൊക്കെ എഴുതുന്നത്. അപ്പോൾ 15 പുസ്തകം അദ്ദേഹം എഴുതി കഴിഞ്ഞു. 16ാമത്തേനെങ്കിലും ഒരു അവാർഡ് കിട്ടുന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇവിടെ സദാനന്ദ മാഷിന്റെ അടുത്ത പുസ്തകം തന്നെ അവാർഡിന് അർഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ഞാനിതിന്റെ പിന്നിൽ നടത്തിയിട്ട് ഇല്ല. പിന്നെ ഇതൊക്കെ ഒരു നിമിത്തം മാത്രമാണ്. പുസ്തകം എഴുതലും പുസ്തകം പ്രസിദ്ധീകരിക്കലും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നു. ഒരു ചെറുകഥ എനിക്ക് എഴുതാനുള്ള ഒരു സ്കോപ്പ് ബന്ധപ്പെട്ട് അതൊരു ചെറുകഥയാക്കിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കും. അപ്പം അതൊക്കെ ചിലപ്പോൾ ആവും, ചിലപ്പോൾ എഴുതും, അത്രയേ ഉള്ളൂ. അതിൽ വലിയ പ്രാധാന്യം ഒന്നും ഇല്ല. പിന്നെ അജയൻ നമ്മുടെ സുഹൃത്താണ്. പുള്ളി അതിൻ്റെ പുസ്തകം തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ കവറ് KV രാമേന്ദ്രൻ മാഷ്, മുമ്പ് ഡ്രോയിങ് മാഷായിട്ട് കാസർഗോഡ് ജില്ലയിൽ വർക്ക് ചെയ്ത പുള്ളി പറഞ്ഞ് ഇതിൻ്റെ കവറ് ഞാൻ ചെയ്തു തരാം. അങ്ങനെ കുറച്ചൊരു സഹായിച്ചു. അങ്ങനെ ഒരു പുസ്തകമായി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾക്ക് ആ പുസ്തകം വായിക്കുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഇംഗ്ലീഷ് താല്പര്യവും അതുപോലെ തന്നെ ഗുണവും ഉണ്ടാവും. നമുക്കായാലും വെറുതെ ഇങ്ങനെ മറിച്ച് നോക്കാം ഒരു തമാശയ്ക്ക്. അത്രയേ ഉള്ളൂ. പിന്നെ അതിന് ഇത്രയും മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കുമാരൻ മാഷെ പോലെയുള്ള കുമാരൻ മാഷെ ഞാൻ പരിചയപ്പെടുന്നത് ദേശാഭിമാനി വാരികയിൽ ചോമ്പന തുടി എന്ന് പറയുന്ന നോവല് ഖണ്ഡശാ പ്രസിദ്ധീകരിച്ച അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ്. എൻ്റെ അവസാനം വിവർത്തനം KV കുമാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്കുള്ള ദേശാഭിമാനിയാണ് ഇന്നത്തെ. അപ്പം അങ്ങനെയാണ് KV കുമാരൻ. പക്ഷെ അങ്ങനെ പിന്നീട് കാസർഗോഡ് വന്നപ്പോഴാണ് സാറിനെ കാണുന്നത്. സാറിൻ്റെ AEO ആയിരുന്നു. പിന്നെ അവാർഡ് കിട്ടണമെങ്കിൽ വേണമെങ്കിൽ ഒരു അധ്യാപകനുള്ള അവാർഡ് സർവീസിൽ എനിക്ക് കിട്ടേണ്ടത് തന്നെയാണ്. അതുപോലെ ഒരു വിവർത്തകൻ എന്ന നിലയിലും ഒരു അവാർഡ് കിട്ടേണ്ട കാലം എന്തെങ്കിലും അനുഭവിച്ചിരിക്കുന്നു. അങ്ങനെ അവാർഡ് കിടക്കും, ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല. അതിലൊന്നും വലിയ കാര്യം ഒന്നുമില്ല. ഇത്രയും മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുക.
എഴുത്തുകാരുടെ പുസ്തകം കൂടി പ്രകാശനം നടത്താൻ ഭാഷ വളരെയധികം ഉത്സാഹം കാണിക്കാറുണ്ട്. സർഗാത്മക രംഗത്തെ ഈ സഭയ്ക്ക് തുടരുന്ന മാഷിനെ ഇനി തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിത് ചൂടിലേക്ക് കടക്കുന്നു. ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പുസ്തക പ്രകാശനം നടത്തിയത് സുരേഷ് കോമതി അധ്യാപകനാണ്. അദ്ദേഹത്തിന് ഈ പരിപാടിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തി. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ഇതിൻ്റെ സംഘാടകൻ കൂടിയായ ബാലകൃഷ്ണ മാസ്റ്ററാണ്. മാഷയ്ക്ക് ഔദ്യോഗികതയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പുസ്തകം ഏറ്റുവാങ്ങിയ കാസർഗോഡ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീ ഉഷ ടീച്ചർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. യോഗത്തിൽ ആശംസകൾ സംസാരിച്ച വി പ്രഭാകരൻ, പി ദാമോദരൻ, രാധാകൃഷ്ണൻ ഉയർന്നെടുക്ക, സി എൽ ഹമീദ്, പുഷ്പാകരൻ വെണ്ടിച്ച, AS മുഹമ്മദ് കുഞ്ഞി, KV ഗോവിന്ദൻ മാസ്റ്റർ, ഗിരിധർ രാഘവ്, കുമാരൻ മാസ്റ്റർ, രവീന്ദ്രൻ പാടി എല്ലാവർക്കും ഈ യോഗത്തിൽ എത്തിച്ചേർന്ന നമ്മുടെ സീനിയർ ആയ ആരാണ് വീര്യ മാസ്റ്റർ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന വിവിധ വ്യക്തികളുണ്ട്. എല്ലാവരും ഈ സദസ്സിൽ ധന്യമാക്കിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ, കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം, ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതങ്ങൾ. ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ, കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം, ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ, കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം, ഇടനെഞ്ചകത്തിലെന്നും അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ, കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം, ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ, കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം, ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ, കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം, ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ, കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം, ഇടനെഞ്ചകത്തിലെ
പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിൽ പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിൽ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. City Gold, Gold and Diamonds, Kerala and Karnataka. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല.
കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും